ഹലോ, എന്താണെന്നല്ലേ നോക്കിക്കോ. ഇത് പൈനാപ്പിള് ഇതാ. പിന്നെ നമ്മളുടെ കയ്യിലിരിക്കുന്ന പൈനാപ്പിൾ നമ്മളിതാ ഇങ്ങനെ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ കയ്യിലുള്ളൊരു പൊതി ഉണ്ടായിരുന്നു, അത് സാബൂൺ അരിയാണ്. അതിന് ചവ്വരി എന്നും ഞങ്ങളുടെ നാട്ടിൽ പറയും, സാബൂൺ അരി എന്നും പറയും. അപ്പം നമ്മളിതാ ഇത് സാബൂൺ അരിയാണ്. അത് നമ്മൾ കഴുകാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെത്തി. ഇനി അത് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് കഴുകി ഒന്ന് അടപ്പത്തേക്ക് വയ്ക്കാൻ പോവാണ് കേട്ടോ. അത് ഇതാ കുറച്ച് ഒരു 1/4 കിലോ ഉണ്ട് കേട്ടോ. അത് നമ്മളത് അടപ്പത്തേക്ക് വയ്ക്കുവാണ്. അത് വച്ചു. അതിന് ശേഷം നമ്മളുടെ പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്തു. അത് നമ്മളിതാ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല അതിലൊരു തരി ഇല്ലാതെ, നമ്മൾ കട്ടയില്ലാതെ അരച്ച് നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മളത് അരച്ചു, അതെല്ലാം അരച്ചത് അങ്ങനെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഇനി നമ്മുടെ സാബൂൻ അരി നോക്കാം. അത് ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് നമ്മളത് മാറ്റി വെക്കണം. നമ്മളുടെ പൈനാപ്പിൾ നമ്മളൊന്ന് അടപ്പത്ത് വെച്ച് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഇതേ ഒരൊറ്റ തവി പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മെൽറ്റായി നമ്മളതിൻ്റെ വെള്ളം ഒന്ന് കുറച്ച് വറ്റിച്ചിട്ട് അതിറക്കി മാറ്റി വയ്ക്കും. ഇനി നമുക്കിതേ ഒരു 1/2 ലിറ്റർ പാല് നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പതുക്കെ കാച്ചി മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ ഒരു കരിക്ക് എടുത്തിട്ടുണ്ട്, അത് ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ഇതേപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ സാബൂൻ അരി നമ്മൾ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് അത് മാത്രം വെള്ളം കളഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു 9 ഗ്ലാസ് 12 ഗ്ലാസ് ഉണ്ട് ആകെ ഉണ്ടാക്കിയത്. 9 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 9 പേരുണ്ട്. അതിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ തറവാട്ടിലാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂൺ വീതം നമ്മൾ സാബൂൻ അരി വേവിച്ചതും അതിലേക്ക് ആ ഗ്ലാസ്സിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ലൈക്കൊക്കെ തരാൻ മറക്കരുത്, ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ കാച്ചിയെടുത്ത പാല് കുറച്ചായിട്ട് 9 ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ കാച്ചിയെടുത്ത പാല് കുറച്ചായിട്ട് എല്ലാത്തിലേക്കും ഒഴിക്കുക കേട്ടോ. അത് ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇത് മുഴുവനും കാണാതിരിക്കരുത്. ഇതെന്താണ് സംഭവം എന്നൊന്ന് നോക്കിയിട്ട് കണ്ടിട്ട് പൊക്കോട്ടോ. നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലേക്കും നമ്മൾ പാല് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ ഓരോ തവിയായിട്ട് നമ്മളതിലേക്ക് കുറച്ച് 9 ഗ്ലാസ്സിലേക്ക് അത് ഒഴിക്കുക. ഒരുപാട് നമുക്ക് പഞ്ചസാരയുടെ ആവശ്യമോ ഒന്നുമില്ല. വളരെ ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി പൈനാപ്പിൾ ഇഷ്ടമില്ലെങ്കിൽ ആൾക്കാർക്ക് നമുക്ക് മാങ്ങ വെച്ചും ഇതുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഈ കരിക്ക് നമ്മൾ കുറച്ചായിട്ട് കട്ട് ചെയ്തത് ഒന്ന് കടിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ കടിക്കുമ്പോൾ. അതെല്ലാം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിറച്ചെല്ലാവർക്കും ഒഴിക്കാം. ഞാൻ എല്ലാത്തിലും ഇട്ടതിന് ശേഷം പിന്നെയും കുറച്ചും കൂടെ ഒഴിച്ചു, നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ബാക്കി ഒത്തിരി ഉണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നറിയാവോ? നമ്മളുടെ പൈനാപ്പിൾ സാഗോ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ സാധാരണ ആൾക്കാർ മാംഗോ സാഗോയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പൈനാപ്പിൾ സാഗോയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. സൂപ്പർ സാധനമുള്ള സൂപ്പർ. ഓക്കെ, ബൈ.